Hey guys, welcome back to Mr. Nehan Malayali. So, നമ്മൾ ഇന്ന് വന്നേക്കുന്ന മൈൻക്രാഫ്റ്റ് ഓക്കെ ഗൈസ്, ഇപ്പോഴായിരുന്നു ഷെയ്ഡർ വർക്ക് ആയത്. ഷെയ്ഡറല്ല, ടെക്സ്റ്റൂറിലേക്കാണ് വേണ്ട ഓളൊക്കെ നോക്കി. ഇത് മണ്ണ് ചെയ്തേക്കാം. നമ്മൾ പുതിയ ചാനലിൽ വെറും 1 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. സോ എന്നെ ഡേയ്സ് പോലെ നമ്മളങ്ങോട്ട് സബ്സ്ക്രൈബിങ്ങിനെ അടിച്ചു എൻ്റെ സ്കിൻ കണ്ടോ നിങ്ങൾ? എങ്ങനെയുണ്ട് ഗൈസ്? മൈൻക്രാഫ്റ്റ് 15th ആനിവേഴ്സറിയുടെ മറ്റേ ഡെയിലി ഗിഫ്റ്റിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. സോ ഇന്നലെ ഒരു ഇത് പോലെ വർക്ക് ചെയ്തിരുന്നു. ഫാമിലാണ് വർക്ക് ചെയ്തത്. സോ ഞാൻ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ ഒരു സൂപ്പർ അയൺ ഫാമാണ്, ഒരു മോഡേൺ അയൺ ഫാം എന്ന് പറയാം. കണ്ടോ, അവിടെയാണ് നമ്മൾ അയൺ കോളം സ്പോണായി ഇങ്ങോട്ട് വരുന്നത്. അവിടെ നിന്ന് എഫിഷ്യൻസി എന്ന് പറഞ്ഞത് ജസ്റ്റ് ഇവിടെ ഈ ചെസ്റ്റിലൊന്നും ഇപ്പോൾ ഒന്നുമില്ല. സോ ഇതാണ്, ഇതുണ്ടാക്കാൻ ഇത്രയും പാടില്ല. ഞാൻ ക്രിയേറ്റീവിലാണ് ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ ഇത്തിരി അപ്ഡേറ്റ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കേട്ടോ വർക്കാണത്. നമ്മളെ സ്പോണർ വെക്കാം, കോളത്തിൻ്റെ ഇവിടെ വെള്ളം ഒഴിക്കുക. 8 ബ്ലോക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങോട്ട് വന്നാൽ തീയുടെ അടിയിൽ നമ്മൾ ഹോപ്പർ വെക്കും. ഹോപ്പർ വഴി അയണ് അത് ചാവും, അയണ് നമ്മളെ പെട്ടി വന്ന് കിടക്കും ഗൈസ്. അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഇതെന്താണ്ട് ഒരു പിങ്ക് ഞാൻ ഷെയ്ഡർ ഇട്ടതിൻ്റെയാണ് ഗൈസ്. കണ്ട എന്താ ചെയ്യുക, ഷെയ്ഡറായിപ്പോയില്ലേ. പിന്നെ ലാഗ് ഉണ്ട് ചെറിയ, വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഷെയ്ഡറിനാണ്. പിന്നെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ കാക്സിലാണ്. ശരിക്കും ഞാനിത് ഇങ്ങനെ എല്ലാം ഉദ്ദേശിച്ച ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. കേട്ടോ, ഇതിലേക്ക് പോകണ നമ്മൾ ആ വഴിയാണ്. ഇതിൻ്റെ പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നമ്മൾ പിന്നെ മുളകൊക്കെ വെച്ച് ഇനി ഇവിടെയൊക്കെ കുഴിച്ച് ഇതാക്കണം. ഇതെന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ബീക്കൺ സെറ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. കാരണം സ്പീഡിൽ ചെയ്യണമല്ലോ. സോ അത് ഇത്തിരി മടി പിടിക്കണേന്. പിന്നെ ഇവിടുത്തെ ഇത്തിരി ഭാഗം പോയി, കാരണം നമ്മൾ ഡേർട്ട് വെച്ചപ്പോൾ ആകി പോയി. പിന്നെ ഇതാണ് കേസിൽ, അകത്തായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെയാണ്. പിന്നെ പുറത്ത് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തേക്കണേ. ആക്ച്വലി ഇങ്ങനെ എല്ലാം ഉദ്ദേശിച്ചാൽ ഇത്തിരി കൂടി ഭംഗിയിൽ ചെയ്യാനാണ്. വലിയൊരു ആക്സിലാണ് ഇങ്ങനെ 2-3 നിലയൊക്കെ ആയിട്ട്. പക്ഷെ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ, ഒന്ന് കണ്ട ഈ ഒരു പട്ടിക്കൂടാണ്. ഇപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി കണ്ട. പിന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പുറത്തെ നമ്മളെ ഈ ബിൽഡിങ്ങാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കണ്ട ഇവിടത്തും പൊളിച്ചിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറ്റി കൊണ്ടുപോയത്. സോ അതാണ് ഗൈസ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അതാണ് തന്നെ എനിക്ക് വലുത് പണിയാൻ പറ്റിയില്ല ഗൈസ്. യെസ്, സോ ഞാൻ മേലേക്ക് കയറട്ടെ. യെസ്, കയറിയിട്ടുണ്ടെങ്കിൽ മേലെ കയറിയിട്ട് ഇവിടെ കയറിയിട്ട് ഇങ്ങനെ ചേടാ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ. യെസ്, ഇവിടെ കണ്ട നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതാക്കിയിട്ടുണ്ട് ഏരിയ. ഇവിടെ നമുക്ക് ഇങ്ങനെ നോക്കാൻ പറ്റും നമ്മളെ സ്ഥലം.
വെച്ചാൽ ഫുള്ളായിട്ടല്ല, പകുതിയായിട്ട്. ഇത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പണിഞ്ഞതല്ല. സോ നൈറ്റൊക്കെ കാണാൻ ഭയങ്കര ലുക്കാണ് ഗൈസ്. ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ലാമ്പ് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഗോൾഡ് അല്ല, ഇത് ലാമ്പാണ്. ലാമ്പൊക്കെ ഗോൾഡ് പോലെ ഉണ്ട് ഗൈസ്. സോ അതൊക്കെയാണ് നമ്മൾ ഇത് വരച്ച വ്യത്യാസം ഗൈസ്. ഇതൊന്നും നോക്കിയ പന്നിന എൻ്റെ മുന്നേ. ഇതെന്താണ് അത് പറഞ്ഞപ്പോൾ എനിക്കൊരു ടെസ്റ്റ് ചെയ്യാനുണ്ട്. നമ്മളാ എന്താണ്, എവിടെയാ അത്? ചൂണ്ട ആ ചൂണ്ട എവിടെ? ഇതല്ലേ ചൂണ്ട? ഫാൻസ്റ്റിൽ കിട്ടി, ചൂണ്ട കിട്ടി ഗൈസ്. ഇതിങ്ങനെ എടുക്കുക, എന്നിട്ട് അപ്പം നീ എവിടെ പോയി? ഹലോ, അതെ, ഇതിങ്ങനെ പിടിച്ച വരുന്നുണ്ട് ഗൈസ്, വരുന്നുണ്ട് ഗൈസ്. ഓ ഇനി പോയിക്കോട്ടെ. സോ പിന്നെ നമ്മളാ ഇതിൻ്റെ മേലെയുള്ള ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ എന്താണ് നമ്മളെ ഈ ഫാം, ബ്രീഡിങ് ഫാം ഇത് പൊളിച്ച് കളയണം ഗൈസ്. പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് നമ്മൾ പണിയും, നമ്മളെ ബ്രീഡിങ് ഫാമിലെ പണിയുള്ളൂ. ബ്രീഡിങ് ഫാമിൽ നിന്ന് നമ്മളെ ഫാർം ഏരിയയിലെ പണിയുള്ളൂ. ഇവിടെ നമ്മൾ നിരപ്പാക്കിയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ പണിയും ഗൈസ്. ഇവിടെ നിന്ന് നോക്കാൻ എന്തോ കഴിഞ്ഞാൽ. പിന്നെ പറയാനുള്ളത്, നമ്മൾ വേറൊരു ഇത് ഞാൻ ചെയ്ത്, അത് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ടൊന്ന് പോട്ടെ ഗൈസ്. ഇവിടെ ആയിട്ട് നമ്മളൊരു റെയിൽവേ സ്റ്റേഷൻ പോലെ ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ശരിയായി. ഇവിടെ നിന്ന് നേരെ പോവും. അങ്ങനെയുള്ളൊരു പ്ലാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നേരെ കുറേ ദൂരം പോയി. ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി കണ്ട കുറേ ദൂരമുണ്ട് ഗൈസ്. ഈ മല ഉണ്ടല്ലോ, ഫാമിൻ്റെ മല, അത് ഫുള്ളായിട്ട് ചുറ്റും ഇങ്ങനെ വളഞ്ഞ് കണ്ട. ഇവിടെ ആയിട്ട് നമ്മൾ പിന്നെ ഒരു സ്റ്റേഷൻ ഉണ്ടാക്കും. പിന്നെ ഇതിങ്ങനെ പോയിട്ട് ഇവിടെ നിന്ന് വീണ്ടും തുടങ്ങണേണ്. ഇങ്ങനെ പോയിട്ട് വീണ്ടും പൊങ്ങും. ഇവിടെ ആയിട്ട് നമ്മൾ ബിൽഡിങ്സൊക്കെ കൊണ്ടുവരും. അതിനാണ് അവിടെ സ്റ്റേഷൻ നമ്മൾ ഉണ്ടാക്കുന്നത്. കണ്ടോ, ഇങ്ങനെ പോവും. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറക്കരുത്. ഇങ്ങനെ പോവും. ഇവിടെ എത്തിയിട്ട് 2 വഴിയായിട്ട് നമ്മൾ തിരിക്കാണ്. അപ്പോൾ ഇവിടെ ഒരു വലിയ ഇതാണ് മെയിൻ ഇതാണ് എന്ന് വെച്ചാൽ മെയിൻ റോഡ് പോലെയാണ് ഇതിന് ഒരു ജംഗ്ഷന് നമ്മൾ പേരിടും. ഇതൊരു ജംഗ്ഷനാക്കും. ഇവിടെ നിന്ന് നേരെ പോകുമ്പോൾ ഈ പോണ സ്ഥലങ്ങൾക്കും ഒരു പേര് നമ്മളിടും. അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്താൽ മതി. ഇവിടെ എത്തും. ഇവിടെ ഒരു സ്റ്റേഷൻ ഉണ്ടാക്കും. ഇവിടെ നമ്മളെ ഇതാണ് എന്താ പുതിയ ആ ബയോമാണ്, എനിക്ക് പേരിട്ടില്ല. പിന്നെ ഇങ്ങനെ ബാക്കോട്ട് പോയി ഇനി ഈ വഴി വരുമ്പോൾ ഇതിങ്ങനെ വരും. ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും. ഇവിടെ ആയിട്ടാണ് നമ്മളെ എന്താണ് ഇൻ്റർനാഷണൽ എന്ന് വെച്ചാൽ ഈ വേൾഡിലുള്ളതിൽ ഇൻ്റർനാഷണലും ഏറ്റവും ഹാർഡ് വർക്കായിട്ടുള്ളത്, കുറേ നാളെടുക്കണ ഒരു വർക്കായിട്ടുള്ള നമ്മളെ രണ്ടാണോ മൂന്നാണോ അറിഞ്ഞൂടാ സ്റ്റേഷനാണ് ഇത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഏരിയയിൽ നല്ല പണിയുണ്ട്. അതിൻ്റെ പ്ലാനൊന്നും ഞാൻ ഇത്തിരിച്ചായിട്ട് ഇടണുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് കറങ്ങി ഇവിടേക്കെത്തും. ഇവിടെ നിന്ന് ബാക്കി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അവിടേക്കെത്തും. ഇനി ഇവിടേക്ക് വന്ന് നമ്മളെ ഫാം ഏരിയയുടെ ഇവിടേക്ക് വന്ന് ഇവിടെ ഒരു സ്റ്റേഷൻ ഉണ്ടാക്കും. അങ്ങനെ നമ്മളെ ട്രെയിനിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആവും. ആ വർക്ക്
എന്ന് ഞാൻ പറയില്ല. ഇതിൽ കൂടെയും ഇനി വരാനുണ്ട് കുറേ. സോ അതൊക്കെ ഞാൻ പിന്നെ ഇതായിട്ട് ചെയ്തോളാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.